ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതിയുടെ മോഷണം പോയ പണം നമ്മുടെ അച്ചമ്മ തന്നെ തിരികെ കൊണ്ടുപോയി ഗുണ്ടകളിൽ നിന്നും മേടിച്ചിട്ട് നമ്മുടെ പൂക്കടക്കാരന് അഡ്വാൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്നും അറിയാതെ സച്ചിയും രേവതിയും ഹോസ്പിറ്റലാണല്ലോ. അങ്ങനെ കടയിൽ നിന്ന് പൂക്കടക്കാരൻ വിളിച്ചു പറയുന്നുണ്ട്, രേവതി ഏതോ ഒരു സ്ത്രീ വന്നിട്ട് നിനക്ക് നീ തരാനുള്ള അഡ്വാൻസ് 5 ലക്ഷം രൂപയും എക്സ്ട്രാ 1.5 ലക്ഷം രൂപയും തന്നിരിക്കുന്നേ. ആരാണെന്നൊന്നും അവര് പറയുന്നുമില്ല കേട്ടോ. അങ്ങനെ രേവതിയും സച്ചിയും ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. സച്ചി പറയുന്നുണ്ട്, എന്തായാലും നിന്നെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ അതാരാണെന്ന് കണ്ടുപിടിക്കാമല്ലോ എന്ന്. പൈസ മോഷണം പോയെങ്കിലും തൻ്റെ ഓർഡർ നഷ്ടപ്പെട്ടില്ലല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാണ് കേട്ടോ അവരെത്തുന്നത്. വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ അച്ചമ്മ അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ രേവതി ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ അച്ചമ്മേനെ. എന്നാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിയുമ്പോഴേക്കും ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു, എനിക്ക് വിശന്നിട്ട് വയ്യ, പെട്ടെന്ന് പോയി ഭക്ഷണം ഉണ്ടാക്കാനേ. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ എന്തൊരമ്മയാണ്, ഞങ്ങളിവിടെ പണവും പോയി, ഇവക്ക് ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആശുപത്രിയിൽ നിന്ന് വന്നിരിക്കുക, നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും അച്ചമ്മയും പറയുന്നുണ്ട്, നിനക്ക് വിശക്കുന്നെങ്കിൽ നീ പോയി ഉണ്ടാക്കി കഴിക്കാനേ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് സംസാരിക്കുന്ന സമയത്ത് രവിയാണ് പറയുന്നത്, പൈസ പോയല്ലോ, ഇനി ഓർഡർ കിട്ടില്ലല്ലോ എന്നൊക്കെ. ആ സമയം സച്ചി പറയുന്നുണ്ട്, ഏതോ ഒരു സ്ത്രീ ഈ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഏത് സ്ത്രീയാണെന്നറിയാതെ എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ചന്ദ്രമതിക്ക് ഭയങ്കര ഷോക്കാവാണ് കേട്ടോ. കാരണം ഹേമയാണ് ഇതെല്ലാം ഒപ്പിച്ചതെന്ന് ചന്ദ്രയ്ക്ക് ഉറപ്പായിട്ടുണ്ട്. എന്നാൽ ഇതാരാണ് അങ്ങനെ പൈസ കൊണ്ട് കൊടുത്തതെന്ന് അറിയില്ലല്ലോ. സച്ചി പറയുന്നുണ്ട്, ആ ഹേമ തന്നെ ആയിരിക്കും. ഒരുപക്ഷെ പണം തട്ടിയെടുത്തതിന് ശേഷം കുറ്റബോധം തോന്നിയിട്ട് തിരിച്ചു കൊണ്ട് കൊടുത്തതായിരിക്കുമെന്നേ. നമ്മുടെ അച്ചമ്മ നല്ല മാസമായിട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ സമയം നമ്മുടെ ഈച്ചയാണെങ്കിൽ സ്റ്റോറി പറഞ്ഞു തുടങ്ങാണ് കേട്ടോ. ആ പണം കൊണ്ടു കൊടുത്ത ആളെ എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റക്കായിട്ട് ഈച്ചനെ തന്നെ നോക്കുകയാണ്. അപ്പോഴേക്കും പറയുന്നുണ്ട്, അങ്ങനെ സീൻ 1 എന്നും പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ പറയുന്നത്. അന്ന് അച്ചമ്മയുടെ വീടെന്നും പറഞ്ഞിട്ടാണ്. സച്ചിയുടെ വിഷമം കണ്ടിട്ട് നമ്മുടെ ഈച്ച തന്നെ നേരിട്ട് പോയിട്ട് അച്ചമ്മയോട് കാര്യങ്ങളൊക്കെ പറയുകയും രേവതിക്ക് കൊടുക്കാനായിട്ട് 1.5 ലക്ഷം രൂപയുമായിട്ട് അച്ചമ്മ ഈച്ചയുടെ കൂടെ അവിടെ നിന്ന് പുറപ്പെട്ടു വരുന്നുണ്ട്. എന്നാൽ ഇതിനു മുമ്പേ തന്നെ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സുധിയുടെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ വയ്യാതെ അമ്മ ഇങ്ങോട്ടേക്ക് വരണമെന്നുള്ള കാര്യവും രവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഈച്ചയും അച്ചമ്മയും കൂടിയിട്ട് ചന്ദ്രോദയത്തിലേക്ക് വരുന്ന വഴിയാണ് നമ്മുടെ രേവതിയുടെ പണം തട്ടിപ്പറിച്ചുകൊണ്ട് 2 ആളുകൾ ബൈക്കിന് പോകുന്നത് കണ്ടത്. അങ്ങനെ നമ്മുടെ അച്ചമ്മയുടെ മർമാണി പ്രയോഗത്തിലൂടെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കുകയും ഇതിന് പിന്നിൽ ആരാണെന്ന് പറയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഈച്ചയ്ക്ക് അറിയാമല്ലോ ബുക്ക് ചെയ്ത കട ഏതാണെന്നുള്ളത്. അങ്ങനെ ഓർഡർ കൊടുക്കേണ്ട കടയിൽ പോയിട്ട് അച്ചമ്മ ആ 5 ലക്ഷം രൂപയും പോരാത്തതിന് 1.5 ലക്ഷം രൂപ അച്ചമ്മയുടെ കയ്യിൽ നിന്നും കൂടി ഇട്ടിട്ട് രേവതിയുടെ പൂവിന് അഡ്വാൻസ് കൊടുത്തിട്ടാണ് തിരിച്ച് ചന്ദ്രോദയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോഴേക്കും രേവതി വീണ്ടും അച്ചമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് കേട്ടോ. ഉമ്മയൊക്കെ കൊടുത്തിട്ട്, അച്ചമ്മ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഞാനും എൻ്റെ സച്ചിയേട്ടനും ഉണ്ണാതെയും ഉറങ്ങാതെയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്. എൻ്റെ ദേവു കടം മേടിച്ച് തന്നതാണ്. അതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് ഞാൻ തൊലച്ചല്ലോ എന്നോർത്ത് ഒരുപാട് വിഷമമായി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അച്ചമ്മ പറയുന്നുണ്ട്, എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് പരിഭ്രമമുണ്ട്. നിങ്ങളുടെ സന്തോഷ നിമിഷത്തിലും മാത്രമല്ല നിങ്ങളുടെ ദുഃഖത്തിലും കൂടി ഈ അച്ചമ്മയെ ഉൾപ്പെടുത്തുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ നിങ്ങളെല്ലാവരും എന്നോട് ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ചമ്മയും പരിഭ്രമിക്കുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അച്ചമ്മേ
അതല്ല, രേവതി എന്നോട് പറഞ്ഞത് അച്ഛമ്മയെ ഇതുകൂടി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ട. അച്ഛമ്മയുടെ കയ്യിൽ ക്യാഷ് എടുക്കാനില്ലെങ്കിൽ അത് അച്ഛമ്മയ്ക്ക് മനസ്സ് വേദനിക്കുമെന്ന്. അതുകൊണ്ടാ ഞങ്ങൾ പറയാഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഓ, ആ ഹേമയെ കൊണ്ട് ഇവളുടെ ഓർഡർ എങ്ങനെയെങ്കിലും ക്യാൻസലാക്കിക്കാൻ നോക്കിയതാ. ആ സമയം ഈ തള്ളയുടെ ഒരു വരവ്. എന്തായാലും ഇനിയിപ്പോൾ ആ ഓർഡർ കിട്ടിയാൽ അവള് വലിയ ആളാവും. അല്ലെങ്കിൽ തന്നെ എനിക്കിവിടെ മതിപ്പ് തരികയല്ല. ഈ പൂക്കാരിക്ക് കുറച്ച് പൈസയും കൂടി കയ്യിൽ വന്നാൽ ഈ വീട്ടിലെ പണിയും ഞാൻ ചെയ്യേണ്ടി വരുമല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണേ. എല്ലാവരും സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും അച്ചമ്മ നമ്മുടെ ചന്ദ്രമതിയെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രേന്ന് ഒരു വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ചിന്തയിൽ നിന്ന് ഞെട്ടി എന്താ അമ്മയെന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ചന്ദ്രേ നിനക്ക് ഇത്ര ആലോചനയെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലമ്മേ, എന്നാലും അമ്മ കറക്റ്റ് സമയത്ത് എങ്ങനെയാണ് അവിടെ എത്തിയെന്നാ ഞാൻ ആലോചിച്ചെന്നേ. എന്താ ചന്ദ്രേ, എൻ്റെ മക്കൾക്ക് ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് ഞാനല്ലാതെ പിന്നെ ആരാ എത്തേണ്ടത്? എന്താ നിനക്കത്ര അങ്ങോട്ട് സുഖിച്ചില്ലെന്ന് തോന്നുന്നല്ലോന്നേ. അതല്ലമ്മേ, നീ കൂടുതലൊന്നും പറയണ്ട ചന്ദ്രേ. ഇനിയിപ്പോൾ നീ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നിന്റെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അച്ഛമ്മ ഇങ്ങനെ ചന്ദ്രയെ ഒന്ന് ഇരുത്തി നോക്കിയതിന് ശേഷം പറയുന്നുണ്ട്. ചന്ദ്രേ, എന്തായാലും ഇതിനു പിന്നിൽ നിന്റെ കൈയുണ്ടോന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. രേവതി ഒരിക്കലും മുന്നോട്ട് വരില്ലെന്നുള്ളത് നിന്റെ ആഗ്രഹമാണല്ലോ. എന്നും നിന്റെ അടുക്കളപ്പണി ചെയ്ത് ഇവിടെ കിടക്കണമെന്നാണല്ലോ. പ്രത്യേകിച്ച് സച്ചിയുടെ ഭാര്യയും കൂടി ആയതുകൊണ്ട്. എന്താ ചന്ദ്രേ, നീയും ആ ഹേമയുമായിട്ട് എന്താ ബന്ധമെന്ന് ചോദിക്കുന്നുണ്ടേ. അപ്പോഴേക്കും ചന്ദ്രമതി കിടന്ന ഉരുളുവാണ് കേട്ടോ. അമ്മേ, എന്തൊക്കെയായി പറയുന്നത്? ഹേമയോ? അവളുമായിട്ട് എനിക്കെന്താ ബന്ധം? പിന്നെ രേവതി പൈസയായിട്ട് പോയതൊന്നും ഞാൻ കണ്ടുപോലും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതെ, ഇനി എന്തെങ്കിലും നിന്റെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ ആ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്. അല്ല ചന്ദ്രൻ, നിന്റെ പ്രിയപ്പെട്ട ഒരു മലേഷ്യക്കാരി മരുമകൾ ഉണ്ടായിരുന്നല്ലോ, അവൾ എവിടെയെന്നേ? ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചന്ദ്ര അങ്ങ് ഷോക്കായി പോവാണ് കേട്ടോ. ഈ സമയം ചന്ദ്ര ഒന്നും മറുപടി കൊടുക്കാതെ നിൽക്കുകയാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്. ദേ അച്ഛമ്മേ, അല്ലെങ്കിൽ തന്നെ എൻ്റെ മനസ്സിൽ നേരത്തെ ഒരു സംശയം ഉദിച്ചതാണ്. ഈ വീട്ടിൽ നിന്ന് രേവതി പണവുമായിട്ട് പോകുന്നുണ്ടെന്നും അഡ്വാൻസ് കൊടുക്കുന്ന പണം രേവതിയുടെ കയ്യിലുണ്ടെന്നുള്ളത് ഈ വീട്ടിൽ നിന്നുള്ള ആരെങ്കിലും വിളിച്ചു പറയാതെ മറ്റാരും അറിയില്ലല്ലോ. എന്തായാലും എനിക്കതിനെക്കുറിച്ചൊരു സംശയം ഉണ്ടെന്നും പറഞ്ഞിട്ട് ചന്ദ്രനെ ഒരു നോട്ടം നോക്കുവാണ് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്. നീ എന്തിനാടാ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്നേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. അതെ, എന്തായാലും ഞാൻ നിങ്ങളാണെന്ന് പറഞ്ഞില്ലല്ലോ. ഒരുപക്ഷെ നിങ്ങളാവാനും അല്ലാതാവാനും ചാൻസ് ഉണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രയ്ക്ക് വല്ലാത്തൊരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. അപ്പോഴേക്ക് അച്ഛമ്മ പറയുന്നുണ്ട്. എന്തായാലും ചന്ദ്രേ, സച്ചിയുടെ ആ സംശയം തട്ടിക്കളയാനൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നിനക്ക് രേവതിയെ കാണല്ലോ. പിന്നെ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നത്. എന്തിയെ നിന്റെ മൂത്ത മരുമകളെന്ന് ചോദിക്കുന്നുണ്ട്. ചന്ദ്രമതി അത് അമ്മയെ ശ്രുതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തുടങ്ങുമ്പോഴേക്ക് തന്നെ അച്ഛമ്മ പറയുന്നുണ്ട്. അതെ, നീ ഇനി കൂടുതൽ ഉരുളൊന്നും വേണ്ട. നിന്റെ പണക്കാരി മരുമകൾ നല്ല എട്ടിൻ്റെ പണി തന്നെ തന്നിട്ട് പോയല്ലേന്നേ. അപ്പോഴേക്കും രവി ഇങ്ങനെ ചന്ദ്ര നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്. നീ അവനെ നോക്കൊന്നും വേണ്ട. രവി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതെ, നിന്റെ പണത്തിനോടുള്ള ആർത്തി മനസ്സിലാക്കി തന്നെയാണ് ശ്രുതി ഇങ്ങനൊരു കള്ളത്തരം പറഞ്ഞ് ഈ വീട്ടിൽ മരുമകളായിട്ട് കയറി കൂടിയത്. എന്തായാലും ഈ കാര്യത്തിൽ അവളെ തന്നെ കുറ്റം പറയാൻ പാടില്ല. അതിനകത്ത് 100% ഉത്തരവാദിത്വം നിനക്കും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷോപ്പിലാണെങ്കിൽ ശ്രുതി വന്നിട്ടുണ്ടായിരുന്നു ശ്രുതിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഒരുപാട് മാപ്പ് പറയുന്നുണ്ട്. അച്ഛനും അമ്മയും അങ്ങനെയല്ലായിരുന്നു. ആൻറ്റി ആണെങ്കിൽ ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതവർ വേറെ പിരിഞ്ഞില്ലല്ലോ. അവർ പിന്നീടും ഒന്നായിട്ടല്ലേ ജീവിക്കുന്നേ ശ്രുതി. അങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ കൺവിൻസ് ചെയ്യാനൊക്കെ വന്നിരുന്നു. എന്നാൽ ഒരിക്കലും എല്ലാ തെറ്റും ക്ഷമിച്ച് ഞാൻ നിന്നെ സ്വീകരിക്കാൻ വന്നതാണ്. എന്നാൽ ഞാനൊരു അച്ഛനാവാൻ പോകുന്നെന്നുള്ള ഒരു കള്ളത്തരം കൂടി പറഞ്ഞ് നീ എന്നെ ചതിച്ചില്ലേന്നും ചോദിച്ചിട്ട് ശ്രുതി നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത് ഇറങ്ങി പോടിയെന്നും പറഞ്ഞിട്ട് ശ്രുതിയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ശ്രുതിയാണെങ്കിൽ കടയിലിരുന്നിട്ട് ടെൻഷനായിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. അപ്പോഴേക്കും ഇതൊന്നും ശ്രുതി അറിയുന്നില്ലല്ലോ. അച്ഛമ്മ എപ്പോൾ എത്തിയെന്നും ചോദിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ രേവതിയുടെ കയ്യിൽ ഒരു മുറിവുണ്ടല്ലോ, ഇതെന്താ സംഭവിച്ചതെന്നും ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. പണം തട്ടിക്കൊണ്ടു പോയതും അത് അച്ഛമ്മയുടെ ഹീറോയിസത്തിലൂടെ തിരിച്ചു വന്നതും അങ്ങനെ അവർ പിടിച്ച് തള്ളിയതാണെന്നും ഒക്കെ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആഹാ, അച്ഛമ്മ എന്തായാലും ഒരു സൂപ്പർ ഹീറോ തന്നെയാണല്ലോന്നേ. അതെ, എൻ്റെ ഹീറോയിസം ഒക്കെ അവിടെ ഇരിക്കട്ടെ, നിന്റെ ഹീറോയിസം ഇപ്പം എങ്ങനെയാണ് ഇവിടെ നടന്നു പോകുന്നതെന്നേ. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛമ്മേ അങ്ങനെ ചോദിച്ചത്? അല്ല, നിന്റെ ഭാര്യ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അത് ശ്രുതി ഇപ്പൊ വരുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടേ. ഇത് കേൾക്കുമ്പോഴേക്കും അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ നിന്റെ ഭാര്യയെ പോലെ നീയും കള്ളത്തരം പറയാൻ തുടങ്ങിയോന്നേ. അപ്പോഴേക്കും ശ്രുതിക്ക് അങ്ങ് വല്ലാത്തൊരു വെപ്രാളമൊക്കെ ആവുന്നുണ്ട്. അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ താലി കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടാൻ നിന്റെ അമ്മയ്ക്കാരാ അധികാരം കൊടുത്തേന്നേ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ തലകുനിച്ച് നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും വീണ്ടും ചോദിക്കുന്നുണ്ട്, അതെ, നിനക്ക് നാണമുണ്ടോ? നിന്റെ അമ്മ ഈ വീട്ടിൽ നിന്ന് നീ താലി കെട്ടി കൊണ്ടുവന്ന നിന്റെ ഭാര്യയെ അടിച്ചിറക്കി വിട്ടപ്പോ നീ ഇങ്ങനെ നോക്കി നിന്നല്ലേ? ഇപ്പോഴും നീ നട്ടല്ലില്ലാത്ത ഒരാണിനെ പോലെ നിന്റെ അമ്മ പറയുന്നതെല്ലാം കേട്ട് ഇങ്ങനെ പുറകെ നടന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്രയിടയിൽ കയറിയിട്ട് പറയുന്നുണ്ട്, അതമ്മേ, അവള് ചെയ്തതൊന്നും തെറ്റായിട്ട് തോന്നില്ലേ? അവൾ എത്രമാത്രം കള്ളത്തരങ്ങളാണ് പറഞ്ഞത്. അവള് വലിയ മലേഷ്യയിലെ കോടീശ്വരന്റെ മകളാണെന്നും അവള് എന്തൊക്കെയാണ് ഈ വീട്ടില് കാട്ടിക്കൂട്ടിയത്. അവളുടെ അച്ഛൻ മരിച്ചു, പിന്നെ കർമ്മങ്ങള്, ബാക്കിയുള്ള അവളുടെ ഇളയച്ചൻ എന്നും പറഞ്ഞ ഒരു ഇറച്ചി വെട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ തുടങ്ങുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട്, മതി ചന്ദ്രേ, നീ കൂടുതലൊന്നും പറയണ്ട. എന്തായാലും നിനക്ക് പണത്തിനോടുള്ള ആർത്തിയുണ്ടെന്ന് അവൾ മനസ്സിലാക്കി. അവൾ പറഞ്ഞല്ലോ, ശ്രുതിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനൊരു കള്ളത്തരം പറഞ്ഞതെന്ന്. അപ്പോൾ ഇതിനകത്ത് നീ തന്നെയാണ് പ്രധാനപ്പെട്ട ഉത്തരവാദി. കാരണം നീ കണ്ട ഉടനെ മലേഷ്യക്കാരൻ്റെ മകളാണെന്ന് കേട്ട ഉടനെ നിന്റെ മകന്റെ തലയിൽ അവളെ അങ്ങ് കെട്ടിവെച്ച് കൊടുത്തു. വിവാഹത്തിന് മുമ്പ് അവളെക്കുറിച്ച് നീ കൂടുതലായിട്ട് അന്വേഷിക്കണമായിരുന്നു. അല്ലാതെ വിവാഹം കഴിഞ്ഞ് 1 വർഷമായി അവര് ജീവിച്ച് ഭാര്യ ഭർത്താക്കന്മാരായി. ജീവിച്ചും കഴിഞ്ഞിട്ടല്ല അവരെ ഇങ്ങനെയൊക്കെ കൂടുതലായിട്ട് അന്വേഷിക്കണ്ടേന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതി പറയുന്നുണ്ട്, അമ്മേ, എന്തായാലും ഞാൻ തന്നെയാണല്ലോ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്. ഞാൻ തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇനി ആ പെരുങ്കള്ളി ഈ വീട്ടിൽ മരുമകളായിട്ട് വേണ്ട. എനിക്ക് മരുമകളായിട്ടും വേണ്ട, എൻ്റെ മകന് ഭാര്യയുമായിട്ടും ഇവിടെ വേണ്ടെന്നേ. ഇത് കേൾക്കുമ്പോഴേക്കും അച്ഛൻ വയ്ക്കുന്നുണ്ട്, അത് ശരി, അവന് ഭാര്യ വേണ്ടെന്ന് നീയാണോ പറയുന്നത്? അവനെന്താ ഒരു സ്വന്തമായിട്ടൊരു തീരുമാനമൊന്നും ഇല്ലേന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, അമ്മേ, എൻ്റെ മകൻ അങ്ങനെ തന്നെയാ. എൻ്റെ മകൻ ഞാൻ പറയുന്നതേ അനുസരിക്കുന്നേ. അപ്പോഴേക്കും ശ്രുതിയുടെ നേരെ നിന്നിട്ട് അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഇപ്പോഴും കൊച്ചു കുഞ്ഞാണോ? നിന്റെ അമ്മ പറയുന്നത് മാത്രം കേട്ട് അനുസരിച്ച് നിൽക്കാനായിട്ട് നിന്റെ ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാനും നിന്നെ കൊണ്ട് പറ്റില്ലേ? ഇപ്പോഴും അമ്മ പറയുന്നത് കേട്ട് തലയുമാട്ടി നടക്കുവാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നുണ്ട്. ഈ സമയം ചന്ദ്രമതിയാണെങ്കിൽ രവിയെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുകയാണ് കേട്ടോ. കാരണം അച്ഛമ്മയോട് ഒരിക്കലും അമ്മയോട് ഈ കാര്യങ്ങൾ വിളിച്ച് പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം അച്ഛമ്മ അറിഞ്ഞാൽ എങ്ങനെയെങ്കിലും അവരെ തമ്മിൽ ഒന്നിപ്പിക്കുകയും ശ്രുതിയെ വീണ്ടും ഈ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നുള്ള കാര്യവും ചന്ദ്രമതിക്ക് അറിയാം. എന്നാൽ ചന്ദ്രമതി വിചാരിച്ചിരിക്കുന്നത് ഇവരെ എങ്ങനെയെങ്കിലും ഡിവോഴ്സ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഒരു കോടീശ്വരനായ പെൺകുട്ടിയെ കൊണ്ട് ശ്രുതിയെ വിവാഹം കഴിപ്പിക്കണമെന്നൊക്കെയുള്ള സ്വപ്നത്തിലാണ് ഇപ്പം നടക്കുന്നത്. എന്നാൽ അതെല്ലാം ഒറ്റ നിമിഷത്തിൽ തകർന്നിടിഞ്ഞത് കൊണ്ട് രവി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രമതിയുടെ അടുത്തുനിന്ന് മുഖം പെട്ടെന്ന് മാറ്റിയിട്ട് രവി പറയുന്നുണ്ട്, അമ്മേ, എന്തായാലും ഈ ഒരു കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. ഓരോ ദിവസം ചെല്ലും തോറും പ്രശ്നങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് മാത്രമേ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അച്ഛമ്മയാണെങ്കിൽ ശ്രുതിയോട് പറയുന്നുണ്ട്, എടാ നീ നിന്റെ ഭാര്യയെ വിളിക്കാനേ. അത് അച്ഛമ്മേ, ഞാൻ വിളിക്കണമെന്ന് ചോദിക്കുകയാണ്. അതെ, നിന്റെ ഭാര്യയെ നീ അല്ലാതെ പിന്നെ ഞാനാണോ വിളിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ ശ്രുതിയാണെങ്കിൽ മിണ്ടാതെ നിന്നിട്ട് ചന്ദ്രമതി ഇങ്ങനെ നോക്കി പമ്മി നിൽക്കുകയാണേ. അതെ, നീ നിന്റെ അമ്മേനെ മുഖത്തേക്കൊന്നും നോക്കണ്ട. ഇപ്പോൾ ഞാനാണ് പറഞ്ഞത് നീ നിന്റെ ഭാര്യയെ വിളിക്കാനേ. അങ്ങനെ ശ്രുതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും സച്ചി വന്നിട്ട് ചോദിക്കുന്നുണ്ട്,
എന്താടാ നിനക്ക് അച്ഛമ്മ പറഞ്ഞാൽ അനുസരിക്കാൻ വയ്യേന്നേ. അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ശ്രുതി ഫോൺ എടുത്തിട്ട് ശ്രുതിക്ക് കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം കോൾ റിങ് ചെയ്യുന്നതേ ശ്രുതിയാണെന്ന് മീര പറയുന്നുണ്ട്. അതെ, അവിടെ കിടന്ന് കുറെ വിളിക്കട്ടെ, ഞാൻ എടുക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താടി നീ പറയുന്നത്? അതെ, നീ ശ്രുതി ഒന്ന് വിളിക്കാൻ വേണ്ടി കാത്തിരുന്നതല്ലേ, എന്നിട്ടിപ്പോ നീ എന്താ ഇങ്ങനെ പറയുന്നത്? അതെ, ഇന്ന് ഞാൻ കടയിൽ ചെന്നപ്പോൾ ഷോപ്പിൽ ചെന്നപ്പോൾ അവനവൻ്റെ അമ്മയുടെ വാക്കും കേട്ട് എന്നെ ആട്ടി ഓടിച്ചു. എന്തായാലും അവൻ കുറച്ച് വിളിക്കട്ടെ, ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ 2-3 പ്രാവശ്യം റിങ് അടിച്ച് തീർന്നിട്ടും ശ്രുതി കോൾ എടുക്കുന്നില്ല. ആ ശരി എന്നെ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ട് ശ്രുതി അകത്തേക്ക് അങ്ങ് കയറിപ്പോവാണ്. ശ്രുതി റൂമിൽ ചെന്ന് കഴിയുമ്പോഴും അച്ഛമ്മ പറഞ്ഞിട്ട് അനുസരിച്ചില്ലെങ്കിലോ ഓർക്കുമെന്നോർത്ത് വീണ്ടും കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീര നിർബന്ധിക്കുമ്പോൾ ശ്രുതി കോൾ എടുക്കുന്നുണ്ട്. ഹലോ ഹലോ എന്ന് വെക്കുമ്പോഴും ശ്രുതി മിണ്ടുന്നില്ല. ഹലോ എന്താന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദേഷ്യപ്പെട്ട്. അതെ, നീ വീട്ടിലേക്കൊന്ന് വരണമെന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടേക്കോ? എന്തിനെന്ന് ചോദിക്കുന്ന സമയത്താണ് അച്ഛമ്മ വന്നിട്ടുണ്ട്, അച്ഛമ്മ ഇവിടേക്ക് നിന്നോട് വരാനായിട്ട് പറഞ്ഞു എന്ന് പറയാം. ഇത് കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മീരയും വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടി വീട്ടിലേക്ക് വരാനോ? അതെ, ആ തള്ള വന്നിട്ടുണ്ട്, അവരാണെങ്കിൽ ഇനി എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് ശരിയാക്കും, കൂടുതൽ പ്രശ്നത്തിലാവുള്ളൂ, ഞാൻ എന്തായാലും പോവില്ല എന്ന് പറയാണേ. അപ്പോഴേക്കും മീര പറയുന്നുണ്ട്, എടി നീ അങ്ങനെ പറയാതെ വരാന്ന് സമ്മതിക്കുന്നേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും വന്നേ പറ്റുള്ളൂ എന്ന്. അതെ, ഞാൻ വീട്ടിലേക്ക് വരണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്, ഞാൻ അവിടെ വന്ന ആൻറ്റി എന്നെ ഉപദ്രവിക്കാനോ ആൻറ്റി എൻ്റെ മേത്തൊന്ന് തൊടുവാനോ പോലും പാടില്ലെന്ന് പറയാനേ. അപ്പോഴേക്കും ശ്രുതി മിണ്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി വീണ്ടും പറയുന്നുണ്ട്, കണ്ടില്ലേടി, ഇപ്പൊ പോലും ശ്രുതിയുടെ ഭാര്യയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പോലും പറ്റില്ല, പിന്നെ ഞാൻ എന്ത് വിശ്വസിച്ചാണ് ആ വീട്ടിലേക്ക് വരുന്നത്? ശ്രുതിക്ക് എന്നെ എന്ത് വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുവോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യാം, പക്ഷെ അതിനുള്ള റൈറ്റ്സ് ആൻറ്റിക്കില്ലെന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഇത് ചെന്നിട്ട് ശ്രുതി എന്നിട്ട് അച്ഛമ്മയോട് പറയുന്നുണ്ട്, ശ്രുതി ഇങ്ങനൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടെന്നേ. ഇപ്പം ചന്ദ്രമതിക്ക് അങ്ങ് ഉറഞ്ഞു തുള്ളുവാണ് കേട്ടോ. അച്ഛമ്മ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒന്നും പറയാനും പറ്റില്ല. അങ്ങനെ ശരി, അച്ഛമ്മ പറയുന്നുണ്ട്, ശരി നീ അവളോട് വരാൻ പറ, എന്തായാലും ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അവളെ ആരും ഉപദ്രവിക്കത്തില്ല, നീ ഉറപ്പ് കൊടുത്തോളാൻ പറയാണ് കേട്ടോ. അപ്പോഴേക്കും ശരി, ആ വാക്ക് ഞാൻ തരുന്നു, നീ വരാൻ പറയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, കാരണം തൻ്റെ ആ ഡിമാൻഡും കൂടി അംഗീകരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ മീരയും പറയുന്നുണ്ട്, എടി എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നേ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചന്ദ്രോദയത്തിലേക്ക് എത്തുന്നുണ്ട്. അച്ഛമ്മ ശ്രുതിയെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനി എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അച്ഛമ്മ ചോദിച്ച് എല്ലാവരും കൂടിയിട്ട് ശ്രുതിയെ ചന്ദ്രമതി പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി പെട്ടെന്ന് തന്നെ ദേഷ്യത്തോടു കൂടി വന്നിട്ട് നമ്മുടെ ശ്രുതിയെ അടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ എല്ലാവരും വഴക്ക് പറയും, ചന്ദ്രമതി അടിക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയുടെ വലിയൊരു ട്വിസ്റ്റാണ് അവിടെ കാണിക്കുന്നത്. കാരണം ശ്രുതി പെട്ടെന്ന് തന്നെ ശ്രുതിയെ ഇങ്ങോട്ട് ചേർത്ത് നിർത്തിയിട്ട്, മതി എല്ലാവരും നിർത്തിക്കോ, ഇനി ശ്രുതി ആരും ഒന്നും ചെയ്യണ്ട, ഈ കാര്യങ്ങളെല്ലാം ശ്രുതി എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു എന്ന് പറയാണ് കേട്ടോ. ഇത് കേട്ട എല്ലാവരും ഞെട്ടിപ്പോവാണ്. കാരണം അച്ഛമ്മ പറയുന്നുണ്ട്, നീ ശ്രുതി ഇത്രയും നാളും കൂടെ ജീവിച്ച ഭർത്താവിനോട് പോലും ഇത്രയും കാര്യങ്ങൾ മറച്ചു വെച്ചല്ലോ എന്നൊക്കെ. എന്നാൽ ഇതൊന്നുമല്ല, ശ്രുതി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു എന്നും പറഞ്ഞിട്ട് ശ്രുതിയെ അവിടെ നിന്ന് തൽക്കാലത്തേക്കിനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ശ്രുതി അങ്ങനെ ചെയ്തത്. അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷവുമാണ്, തന്നെ ആ സമയത്ത് ശ്രുതി ചേർത്ത് പിടിച്ചല്ലോ. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, ഇനി ഇതിനെക്കുറിച്ച് ആരും കൂടുതൽ ഒന്നും സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിന്നങ്ങ് കുറേ സംസാരിച്ച ശേഷം പിരിച്ചു വിടുന്നുണ്ട്. അപ്പോൾ ഇനി ശ്രുതി എന്താണ് ശ്രുതിയോട് ചെയ്യാൻ പോകുന്നത്, അവരുടെ റൂമിൽ എന്താണ് ഇനി ചന്ദ്രമതിയുടെ അടുത്ത നീക്കങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.